ഹരേ കൃഷ്ണ. ഓരോ സൃഷ്ടിക്കും ഓരോ ലക്ഷ്യമുണ്ട്. നമുക്കൊരു കഥ കേട്ടാലോ? പാണ്ഡവരും കൗരവരും തമ്മിലുണ്ടായ മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർ വിജയികളായി. ശ്രീകൃഷ്ണനായിരുന്നു പാണ്ഡവരുടെ വിജയശില്പി. അടർക്കളത്തിൽ നിന്നും യാത്രയാകും മുമ്പ് ശ്രീകൃഷ്ണൻ അർജുനനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, പാർത്ഥ, യുദ്ധത്തിൽ ജയിച്ചവർ ഒരു രാത്രി തോറ്റവരുടെ താവളത്തിൽ കഴിയണമെന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൗരവരുടെ താവളത്തിലേക്ക് പോകാം. അർജുനൻ അത് സമ്മതിച്ചു. താമസിയാതെ ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ പാണ്ഡവർ കൗരവരുടെ താവളത്തിലേക്ക് യാത്രയായി. അർജുനന്റെ രഥത്തിലായിരുന്നു യാത്ര. കൗരവരുടെ താവളത്തിലെത്താറായപ്പോൾ ശ്രീകൃഷ്ണൻ പാണ്ഡവരെ എല്ലാം അടുത്ത് വിളിച്ചു. പിന്നീട് അർജുനനോട് ഗാണ്ഡീവവും മറ്റും ആയുധങ്ങളും എടുത്ത് താഴെ ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. താവളത്തിലെത്താൻ കുറച്ചു ദൂരം കൂടിയുണ്ട്. പിന്നെ എന്തിനാണാവോ ശ്രീകൃഷ്ണൻ തന്നോട് രഥത്തിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെടുന്നത്? അർജുനന് സംശയമായി. അർജുനൻ മനസ്സിലാ മനസ്സോടെ രഥത്തിൽ നിന്ന് ഇറങ്ങി. മറ്റുള്ളവരും താഴെ ഇറങ്ങി. തൊട്ടു പിന്നാലെ അതുവരെ രഥം തെളിച്ചിരുന്ന ശ്രീകൃഷ്ണനും ചമ്മട്ടിയും കടിഞ്ഞാണുമായി രഥത്തിൽ നിന്നും താഴെ ഇറങ്ങി. പെട്ടെന്ന് ഒരു അത്ഭുതം കണ്ട് പാണ്ഡവർ വിസ്മയിച്ചു പോയി. രഥത്തിന്റെ കൊടിയിലുണ്ടായിരുന്ന ഹനുമാനത ആകാശത്തേക്ക് ഉയരുന്നു. അടുത്ത നിമിഷത്തിൽ രഥം കത്തിക്കരിഞ്ഞ് ഒരു പിടി ചാരമായി മാറി. ആ കാഴ്ച കണ്ട് അർജുനന്റെ കണ്ണു നിറഞ്ഞു. ഗാണ്ഡവദാഹത്തിനും മഹാഭാരത യുദ്ധത്തിനും തന്നെ സഹായിച്ച രഥവും കുതിരകളുമല്ലേ കത്തിക്കരിഞ്ഞു പോയത്? കൃഷ്ണ, എന്താണിത്? അഗ്നിദേവൻ തനിക്ക് സമ്മാനിച്ച തേരാണിത്. ദിവ്യമായ ആ തേര്. പാർത്ഥന്റെ കണ്ടമിടറി. ശ്രീകൃഷ്ണൻ അർജുനന്റെ അടുത്തു ചെന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, പാർത്ഥ, രഥം അതിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കഴിഞ്ഞു. യുദ്ധത്തിനിടയിൽ എത്രയോ ദിവ്യാസ്ത്രങ്ങളെയാണ് നിന്റെ രഥം തടഞ്ഞു നിർത്തിയത്. ബ്രഹ്മാസ്ത്രത്തിന് പോലും അതിനെ തകർക്കാൻ കഴിഞ്ഞോ? അതേ അർജുന, ഓരോ സൃഷ്ടിക്കും ഓരോ ലക്ഷ്യമുണ്ട്. എന്റെയും നിന്റെയുമെല്ലാം കാര്യം അതുപോലെയാണ്. ലക്ഷ്യം നിറവേറിക്കഴിഞ്ഞാൽ ലോകത്ത് അവയെ ആവശ്യമില്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ട രഥത്തെയോർത്ത് നീ വിഷമിക്കേണ്ട. ശ്രീകൃഷ്ണൻ അർജുനനെ ആശ്വസിപ്പിച്ചു. ശ്രീകൃഷ്ണന്റെ വാക്കുകൾ അർജുനന് ആശ്വാസമായി. അതുപോലെ ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിക്കും ഓരോ ലക്ഷ്യമുണ്ട്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.